പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ രാഷ്ട്രീയ വാർത്തകൾ നിറഞ്ഞൊരു ദിവസത്തെ പ്രധാനപ്പെട്ട തലക്കെട്ടുകളാണത്. ആദ്യ വാർത്തയിലേക്ക്. തൃശ്ശൂരിൽ എല്ലാം പിഴച്ചു എന്ന് കെ മുരളീധരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് മാറാൻ സംബന്ധിച്ചു തെറ്റായിപ്പോയെന്ന് കെ മുരളീധരൻ. വസ്തുതകൾ മനസ്സിലാക്കി തീരുമാനമെടുക്കണം എന്ന പാഠം പഠിച്ചു. തൃശ്ശൂരിലെ തോൽവിയുടെ പേരിൽ കോൺഗ്രസിന്റെ മുഖം നഷ്ടപ്പെടാൻ പാടില്ലെന്നും ബിജെപിയുടെ വളർച്ച തടയണമെന്നും കെ മുരളീധരൻ 24 ആൻസർ പ്ലീസ് പരിപാടിയിൽ പറഞ്ഞു. അങ്ങ് ഇപ്പോഴും ചിരിച്ചോണ്ടാണ് ഇരിക്കുന്നത്. ഇത്ര വലിയൊരു തോൽവിക്ക് ശേഷവും അങ്ങ് നേതാക്കളെ കാണുന്നില്ല, പ്രവർത്തകരെ കാണുന്നില്ല. അങ്ങ് സത്യത്തിൽ ഒരു മെഡിറ്റേഷൻ മൂഡിലാണ് ഇപ്പോൾ. എന്താണ് അങ്ങയുടെ മനസ്സിലൂടെ ഇപ്പോൾ പോകുന്നത്? അതല്ല, ഇപ്പോൾ ഇതിൽ തെറ്റുകാരനാരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ തന്നെയാണ് തെറ്റുകാരൻ. കാരണം ഉറപ്പായി ജയിക്കുമായിരുന്ന വടകര വിട്ട് അവിടെ പ്രവർത്തനം തുടങ്ങിയിരുന്നു. അതെ, ഏതാണ്ട് ഭാഗം പൂർത്തീകരിച്ചിരുന്നു. അത് വിട്ട് തൃശ്ശൂർ പോയത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ മനസ്സിലന്നുണ്ടായിരുന്നതും ഇപ്പോഴും എൻ്റെ മനസ്സിലും ഒക്കെ ഉള്ളത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിന് തയ്യാറായി കൊണ്ടാണ് ഞാൻ തൃശ്ശൂരിൽ പോയത്. പക്ഷേ ആ പോരാട്ടത്തിൽ ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദുഃഖം ഉണ്ടാക്കുന്ന കാര്യം. പക്ഷേ എന്ന് വിചാരിച്ച് വർഗീയതയോട് ഒരിക്കലും ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദീപക് ധർമ്മടം. ദീപക്, പറഞ്ഞതിൽ കൂടുതൽ പറയാതെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു കെ മുരളീധരൻ എന്ന് തോന്നിയോ അഭിമുഖം കഴിഞ്ഞപ്പോൾ? അഭിമുഖത്തിൽ തന്നെ അദ്ദേഹം ഒരു കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് പറയാവുന്നതിൻ്റെ പരമാവധി പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആഷ്മി, തന്നെ ചതിച്ചവരെ ജനങ്ങൾക്കറിയാം. ഇനി KPCC ഒരു അന്വേഷണ കമ്മീഷൻ വെക്കേണ്ട. അതായത് കെ സുധാകരനുമായുള്ള ചർച്ചയ്ക്കിടയിൽ കെ സുധാകരൻ അന്വേഷണ കമ്മീഷനും കടുത്ത നടപടിയും ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ആ കാര്യത്തിലൊക്കെ മുരളീധരൻ്റെ നിലപാട് അങ്ങനെ ഒരു നടപടി കൊണ്ട് കാര്യമില്ല. മുരളീധരൻ നമ്മുടെ അഭിമുഖ വേളയിൽ പറഞ്ഞൊരു വാക്കിതാണ്, നിരവധി അന്വേഷണ കമ്മീഷനുകളുടെ റിപ്പോർട്ടുകൾ KPCC ഓഫീസിലെ അലമാരയിൽ ഉറങ്ങുന്നുണ്ട്. മാത്രമല്ല, ഇതിൽ അന്വേഷണ കമ്മീഷൻ തെളിവെടുപ്പ് നടത്തുമ്പോൾ അവിടെ അടി നടക്കും. ഇന്നലെ തൃശ്ശൂർ DCC ഓഫീസിൽ കണ്ടത് അവസാനത്തതായിരിക്കണം എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ എന്നാൽ ഒരു കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, ഇത് അവസാനത്തെ തെരഞ്ഞെടുപ്പല്ല, തന്നെ ചതിച്ചവർക്ക് ജനം മറുപടി നൽകും, അവരെ ഞാൻ ജനങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ വിട്ടുകൊടുക്കുന്നു എന്നതാണ്. അതായത് KC വേണുഗോപാൽ മുതൽ TN പ്രതാപൻ വരെയുള്ളവർക്ക് കൃത്യമായ ഒരു മുന്നറിയിപ്പ് കെ കരുണാകരൻ്റെ മകൻ കെ മുരളീധരൻ നൽകുന്നുണ്ട് എന്നത് തന്നെയാണ് നമ്മുടെ ഈ പ്രത്യേക അഭിമുഖത്തിൽ. അതായത് ഈ വലിയ തോൽവിക്ക് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണാതെ, ആരെയും നേതാക്കളെ പോലും കാണാതെ വീട്ടിൽ കഴിയുന്ന വേളയിലാണ് 24നോട് ആൻസർ പ്ലീസിൽ മനസ്സ് തുറന്നത്. വളരെ വിശദമായി എല്ലാ രാഷ്ട്രീയ കാര്യങ്ങളും അദ്ദേഹം പറയുന്നു. ഒരു കാര്യം ആവർത്തിച്ച് ചോദിച്ചു, BJPയുടെ സ്വാഗതം, മറ്റു മുന്നണിയിലേക്ക് മാറൽ, അത് തൽക്കാലം ആലോചനയിലില്ല, കോൺഗ്രസിൽ തന്നെ തുടരും എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. എന്നാൽ പത്മജയുമായുള്ള ആ നിലപാടിൽ മാറ്റമില്ല എന്നുകൂടി പറയുന്നുണ്ട്. വിവിധ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് കെ മുരളീധരൻ ഈ അഭിമുഖത്തിൽ ആൻസർ പ്ലീസിൽ കൃത്യമായി പറയുന്നുണ്ട്. ആഷ്മി, ഓക്കെ. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ വിശദമായ അഭിമുഖമാണ്. അതിന്റെ പൂർണ്ണരൂപം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:30-ക്കാണ്. അത് 24-ലുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണണം എന്ന് അഭ്യർത്ഥിക്കുകയുമാണ്. മൂന്നാം ഊഴത്തിലേക്ക് നരേന്ദ്രമോദി. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പുതിയ NDA സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. രാഷ്ട്രപതി ഭവനിൽ നാളെ വൈകിട്ട് 7:15-നാണ് നരേന്ദ്രമോദി 3-ാം തവണ പ്രധാനമന്ത്രി അധികാരമേൽക്കുക. വിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. സർക്കാർ രൂപീകരണത്തിനായി രാഷ്ട്രപതി ഇന്നലെയാണ് നരേന്ദ്രമോദിയെ ക്ഷണിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 7:15-ന് രാഷ്ട്രപതി ഭവനിലെ ഫോർകോർട്ടിൽ നരേന്ദ്രമോദി സത്യവാചകം ചൊല്ലും. പ്രധാനമന്ത്രിയായി സത്യവാചകം ചൊല്ലുന്ന നരേന്ദ്രമോദിക്കൊപ്പം 57ഓളം മന്ത്രിമാരും അധികാരമേൽക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കായി രാഷ്ട്രപതി ഭവനിലെ ഫോർകോർട്ടിൽ തകൃതിയായ ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നേപ്പാൾ, ശ്രീലങ്ക, മാലാദ്വീപ്, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മൗറീഷ്യസ് തുടങ്ങിയ രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാർ നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷിയാകും. 3-ാം തവണ നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സാഹചര്യത്തിൽ രാജ്യവ്യാപകമായി വിപുലമായ പരിപാടികളാണ് BJPയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ളത്. അധികാരത്തിലെത്തുന്ന നരേന്ദ്രമോദി സർക്കാർ ജനക്ഷേമ പദ്ധതികൾ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി 100 ദിന കർമ്മപരിപാടികൾ പ്രഖ്യാപിക്കും. നിയുക്ത കേന്ദ്രമന്ത്രിമാരുടെ പട്ടിക ഇന്ന് രാത്രിയോടുകൂടി രാഷ്ട്രപതി ഭവന് കൈമാറുമെന്നാണ് സൂചന. ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ ഇന്ന് വൈകിട്ടോടെ പൂർത്തിയാകും. ഡൽഹിയിൽ നിന്നും R. രാധാകൃഷ്ണൻ, 24. NDA സർക്കാർ TDPക്കും JDUവിനും ഓരോ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. ഘടകകക്ഷികളിൽ നിന്ന് ആകെ 12 മുതൽ 15 മന്ത്രിമാരാണ് ഉണ്ടാവുക. രണ്ടാം മോദി സർക്കാരിന്റെ ഭാഗമായിരുന്ന പ്രധാന BJP നേതാക്കൾ മന്ത്രിസഭയിൽ തുടരും എന്നാണ് അറിയുന്നത്. കേന്ദ്രമന്ത്രിസഭയുടെ ഘടനയിൽ അന്തിമധാരണ രൂപപ്പെടുകയാണ്.
ആകെ 57 മന്ത്രിസ്ഥാനങ്ങളിൽ 12 മുതൽ 15 വരെ മന്ത്രിസ്ഥാനങ്ങൾ ഘടകകക്ഷികൾക്ക് കൈമാറും. TDPക്ക് ഒരു ക്യാബിനറ്റ് മന്ത്രി പദവും 2 സഹമന്ത്രി പദവുമാകും ലഭിക്കുക. JDUവിനും ഒരു ക്യാബിനറ്റും 1-2 സഹമന്ത്രി പദവും കിട്ടും. LJPക്കും JDUവിനും ഒരു ക്യാബിനറ്റ് മന്ത്രി പദത്തിനോ ഒരു സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രി പദവിക്കോ ആകും അർഹത. ശിവസേനയ്ക്കും NCPക്കും ഒരു ക്യാബിനറ്റ് മന്ത്രി പദവിയോ ഒരു സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രി പദവിയോ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. തങ്ങളുടെ മന്ത്രിസഭയിലെ പ്രതിനിധികളെ സംബന്ധിച്ച് തെലുങ്ക് ദേശം ഇതിനകം ഏകദേശ ധാരണയിലെത്തി. ശ്രീകാകുളം മണ്ഡലത്തിൽ നിന്നും ജയിച്ച കിഞ്ചാരാപ്പു രാമമോഹൻ നായിഡു ക്യാബിനറ്റ് മന്ത്രിയാകും. പൊമ്മസാനി ചന്ദ്രശേഖർ, വേമിറെഡ്ഡി പ്രഭാകർ എന്നിവർക്കാണ് സഹമന്ത്രി സ്ഥാനം. 4ാം മന്ത്രിസ്ഥാനം ലഭിച്ചാൽ D പ്രസാദ് റാവു, D കൃഷ്ണപ്രസാദ് എന്നിവരിൽ ഒരാൾ സത്യവാചകം ചൊല്ലും. വല്ലഭനേനി ബാലശൗരി കേന്ദ്രമന്ത്രിസഭയിൽ ജനസേന പാർട്ടിയെ പ്രതിനിധീകരിക്കും. ജിതിൻ റാം മാഞ്ചി, ചിരാഗ് പാസ്വാൻ എന്നിവരും 3ാം മോദി സർക്കാരിന്റെ ഭാഗമാകും. ബാൻസുരി സ്വരാജ്, ഡോക്ടർ ലതാ വാങ്കഡ, സാവിത്രി താക്കൂർ എന്നിവരായിരിക്കും മന്ത്രിസഭയിലെ BJPയുടെ വനിതാ മുഖങ്ങൾ. ശിവരാജ് സിംഗ് ചൗഹാൻ, VD ശർമ്മ, നിത്യാനന്ദ റായ്, ജനാർദ്ദൻ സിംഗ് സിഗ്രിവാൾ, ജ്യോതിരാദിത്യ സിന്ധ്യ, സുരേഷ് ഗോപി എന്നിവരും മുതിർന്ന മറ്റ് BJP നേതാക്കളെ കൂടാതെ മന്ത്രിസ്ഥാനം അലങ്കരിക്കും. മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച പ്രഖ്യാപനം രാഷ്ട്രപതി ഭവനാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശാനുസരണം നിർവഹിക്കുക. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം രാഷ്ട്രപതി ഭവൻ നാളെ രാത്രിയോടുകൂടി ഇത് വിജ്ഞാപനം ചെയ്യും. ഡൽഹിയിൽ നിന്ന് R രാധാകൃഷ്ണൻ, 24. 3ാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് നാളെ വൈകിട്ട് 6 മണിയോടെ തുടക്കമാകും. അയൽ രാജ്യങ്ങളുടെ തലവന്മാരടക്കം പ്രമുഖർ പങ്കെടുക്കുന്ന ചടങ്ങിനായി വലിയ ഒരുക്കങ്ങൾ രാഷ്ട്രപതി ഭവനിൽ പുരോഗമിക്കുകയാണ്. ഡൽഹിയിൽ 3 ദിവസത്തേക്ക് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. വ്യത്യസ്ത മതങ്ങളിലെ 50ഓളം പുരോഹിതരെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു, ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ ഉൾപ്പെടെ നിരവധി വിദേശ നേതാക്കളും ചടങ്ങിന്റെ ഭാഗമാകും. കലാ സാംസ്കാരിക രംഗത്തും ആരോഗ്യരംഗത്തുമായി പ്രവർത്തിക്കുന്ന നിരവധി പ്രമുഖർക്കും ക്ഷണമുണ്ട്. പാരാഗ്ലൈഡറുകൾ, മൈക്രോലൈറ്റ് എയർക്രാഫ്റ്റുകൾ, ഡ്രോണുകൾ എന്നിവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി. ത്രിതല സുരക്ഷാ ക്രമീകരണങ്ങളാണ് രാഷ്ട്രപതി ഭവനും പരിസരത്തുമായി ഉള്ളത്. ഡൽഹിയുടെ അതിർത്തി മേഖലകളിലും നഗരത്തിനകത്തും വാഹന പരിശോധന കർശനമാക്കി. അനധികൃത വാഹനങ്ങളുടെ പ്രവേശനം തടയാൻ ഡൽഹി അതിർത്തികൾ അടച്ചുപൂട്ടും. ഡൽഹി പോലീസിന് പുറമെ അർദ്ധസൈനിക വിഭാഗത്തെയും രാഷ്ട്രപതി ഭവനു ചുറ്റും NSG കമാൻഡോകളെയും സുരക്ഷയുടെ ഭാഗമായി വിന്യസിച്ചിട്ടുണ്ട്. 24 ഡൽഹി. സർക്കാർ രൂപീകരണത്തിനായി കാത്തിരിക്കാമെന്ന ഇന്ത്യ സഖ്യത്തിന്റെ നിലപാടിൽ തൃണമൂൽ കോൺഗ്രസിന് അതൃപ്തി. BJPക്ക് തിരിച്ചടി നൽകാനുള്ള ഉചിത സമയം ഇതാണ് എന്നാണ് പാർട്ടിയുടെ നിലപാട്. TMC നേതാവ് അഭിഷേക് ബാനർജി പ്രാദേശിക പാർട്ടികളുമായുള്ള ചർച്ചകൾ നടത്തുകയാണ്. BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ല എങ്കിലും തൽക്കാലം ഉചിതമായ അവസരത്തിനായി കാത്തിരിക്കാമെന്നാണ് ഇന്ത്യ സഖ്യയോഗത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട്. ഉടൻ അട്ടിമറി നീക്കം നടത്തുന്നത് അവസരവാദി പ്രതിച്ഛായ നൽകുമെന്ന കോൺഗ്രസിന്റെ ന്യായീകരണത്തെ അംഗീകരിക്കാൻ തൃണമൂൽ കോൺഗ്രസ് തയ്യാറല്ല. BJPക്ക് കനത്ത ആഘാതമേൽപ്പിക്കാൻ ഇതാണ് ഉചിതമായ സമയമെന്നാണ് തൃണമൂലിന്റെ നിലപാട്. ഇന്ത്യ സഖ്യയോഗത്തിന് പിന്നാലെ അഭിഷേക് ബാനർജി അഖിലേഷ് യാദവുമായി കൂടിക്കാഴ്ച നടത്തി. മുംബൈയിലെത്തി ഉദ്ധവ് താക്കറെയും അഭിഷേക് കണ്ടു. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രാദേശിക പാർട്ടി നേതാക്കളെ കാണും. നിതീഷ് കുമാർ, ചന്ദ്രബാബു നായിഡു എന്നിവരുമായി ചർച്ചകൾക്കായി അഖിലേഷ് യാദവിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അഗ്നിവീർ പദ്ധതി റദ്ദാക്കുക, ജാതി സർവേ, മുസ്ലിങ്ങൾക്ക് 4% സംവരണം, ബീഹാറിനും ആന്ധ്രാപ്രദേശിനും പ്രത്യേക സാമ്പത്തിക പാക്കേജ് എന്നീ ആവശ്യങ്ങൾ BJP അംഗീകരിച്ചില്ലെങ്കിൽ JDUവും TDPയും ഇന്ത്യ സഖ്യത്തിലെത്തുമെന്നാണ് SP നേതൃത്വം നൽകുന്ന സൂചന. 24 ഡൽഹി. തെരഞ്ഞെടുപ്പ് ഫലം ചർച്ച ചെയ്യാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഡൽഹിയിൽ തുടങ്ങി. രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ചേക്കും. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗവും ഇന്ന് ചേരും. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ തുടരണമെന്ന് ഉത്തർപ്രദേശ് PCC അധ്യക്ഷൻ അജയ് റായ് ആവശ്യപ്പെട്ടു. എന്നാൽ വയനാട്ടിൽ തുടരണമെന്നാണ് കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ ആവശ്യം. നിതിൻ അംബുജൻ വിവരണം ചേരും. നിതിൻ, ഒരുപക്ഷെ ദീർഘനാളിന് ശേഷമായിരിക്കും, എന്ന് പറഞ്ഞാൽ ദീർഘനാളിന് ശേഷമായിരിക്കും അഭിമാനത്തോടെ ഒരു പ്രവർത്തക സമിതി ഇരിക്കാൻ കോൺഗ്രസിന് കഴിയുന്നത്. നടക്കുന്ന ചർച്ചകൾ എന്താണ്? പ്രതിപക്ഷ നേതാവിൽ സ്ഥാനത്ത് രാഹുലിനപ്പുറം മറ്റൊരു പേര് അവിടെ ഉണ്ടോ നിതിൻ? ഹാഷ്മി പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ദീർഘനാളിന് ശേഷമാണ് ഒരു വിശാല പ്രവർത്തക സമിതി യോഗം ഏറെ അഭിമാനത്തോടുകൂടി തന്നെ സംഘടിപ്പിക്കുന്നത്. കാരണം പല സംസ്ഥാനങ്ങളിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. ഭാരത് ജോഡോ യാത്ര പാർട്ടിയുടെ തിരിച്ചുവരവിന് കാരണമായി എന്നാണ് പൊതുവെ പാർട്ടിയുടെ ഒരു വിലയിരുത്തലുള്ളത്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. വോട്ട് ശതമാനം വർദ്ധിച്ചു. അതോടൊപ്പം തന്നെ എടുത്തു പറഞ്ഞ കാര്യം, ഇന്നത്തെ പ്രവർത്തക സമിതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പല സംസ്ഥാനങ്ങളിലും വീണ്ടും തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അവ പരിശോധിക്കണം. അതിനുവേണ്ട തിരുത്തൽ നടപടികളൊക്കെ തന്നെ സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്നിപ്പോൾ ഈ പ്രവർത്തക സമിതി യോഗത്തിൽ വ്യക്തമാക്കിയ കാര്യം. അതോടൊപ്പം
അതോടൊപ്പം തന്നെ ശക്തമായ പ്രതിപക്ഷമായി നിലകൊള്ളും, ഏകാധിപത്യത്തെ അവസാനിക്കാനുള്ള പോരാട്ടം തുടരുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രവർത്തക സമിതിയിൽ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യമുള്ളത് ഈ പാർട്ടിയുടെ മുന്നേറ്റത്തിൽ പ്രധാനമായും ഭാരത് ജോഡോ യാത്ര നടത്തിയ ഒരു സംഭാവനയാണ്. പ്രത്യേകിച്ചും സംസ്ഥാനങ്ങൾ എല്ലാം തന്നെ യാത്ര ചെയ്ത് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. അത് പ്രകാരമുള്ള സാഹചര്യത്തിൽ വോട്ട് ശതമാനം അടക്കം പല സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ചും ഹിന്ദി ഹൃദയഭൂമിയിലടക്കം മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് പൊതുവെ കോൺഗ്രസിനടക്കം ഒരു വിലയിരുത്തൽ ഉള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ലോക്സഭയിൽ 6 സീറ്റാണ് ഉത്തർപ്രദേശിൽ നിന്നും ലഭിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ ജൂൺ 11 മുതൽ 15 വരെ സംസ്ഥാനത്ത് ഒരു നന്ദി പ്രകാശ് യാത്ര സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 403 നിയമസഭാ മണ്ഡലങ്ങളിലാകും ഉത്തർപ്രദേശിലെ ഈ നന്ദി പ്രകാശ് യാത്ര സംഘടിപ്പിക്കുക. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് ശേഷമാണ് കോൺഗ്രസിന് വലിയൊരു മുന്നേറ്റം സംസ്ഥാനത്ത് ഉണ്ടായത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരു യാത്രയ്ക്ക് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പ്രവർത്തക സമിതി യോഗം അല്പസമയത്തിനകം അവസാനിക്കും. അതിനുശേഷം നേതാക്കൾ മാധ്യമങ്ങളെ കാണും. മറ്റൊന്ന് ഈ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം വൈകിട്ട് 5 തന്നെ പാർലമെന്ററി പാർട്ടി യോഗം സംഘടിപ്പിക്കുന്നുണ്ട്. അത് പാർലമെന്റിലെ സെൻട്രൽ ഹാളിലാകും പാർലമെന്ററി പാർട്ടി യോഗം ചേരുക. ഈ യോഗത്തിലാകും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണം എന്നൊരു ആവശ്യം പ്രധാനമായും നേതാക്കൾ ഉന്നയിക്കാൻ സാധ്യതയുള്ളത്. ഇന്നത്തെ പ്രവർത്തക സമിതി യോഗത്തിലും ചില നേതാക്കൾ അത്തരം സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. ഇന്നത്തെ യോഗത്തിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കാനിടയില്ല, പകരം സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖർഗെയോ ഇതിലൊരു തീരുമാനം സ്വീകരിക്കണമെന്ന് ഇന്നത്തെ യോഗം ആവശ്യപ്പെടാനാണ് സാധ്യതയുള്ളത്. എന്തായാലും വൈകിട്ടാണ് ആ യോഗം ചേരുക. യോഗത്തിന് ശേഷമാകും ഒരു പ്രഖ്യാപനത്തിലേക്ക് എന്തായാലും പാർട്ടി കടക്കുക. രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവാകണം എന്ന് തന്നെയാണ് മിക്ക നേതാക്കളുടെയും വികാരം. രാഹുൽ ഗാന്ധി ആ ഒരു സാഹചര്യത്തിൽ സമ്മർദ്ദത്തിന് വഴങ്ങാനും ഇടയുണ്ട്. നമുക്കറിയാം 2014 52 നിന്ന് 52 സീറ്റുകളുടെ ഒരു പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധി പദവികൾ ഒഴിഞ്ഞൊരു സാഹചര്യമുള്ളത്. പിന്നീട് ഇങ്ങോട്ട് പാർട്ടി വലിയ മുന്നേറ്റമുണ്ടാക്കി. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിന് വേണ്ട ഒരു ആവശ്യത്തിന് ഇന്ത്യ സഖ്യവും അനുകൂലിക്കുന്നുണ്ട്. ഓക്കെ, നിതിൻ അംബുജനാണ്. രാഹുൽ ഗാന്ധി തന്നെ അല്ലേ പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനമൊക്കെ അവിടെ ഉണ്ടാകാനിരിക്കുന്നു. അതിനൊക്കെ ഉപരി ഒരു വലിയ തിരിച്ചുവരവിനൊടുവിൽ അവരുടെ പ്രവർത്തക സമിതി ചേരുകയാണ്. എന്തൊക്കെയാണ് വിജയത്തിലേക്ക് നയിച്ച അല്ലെങ്കിൽ മുന്നേറ്റത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്ന് ചർച്ച ചെയ്യുകയാണ് കോൺഗ്രസ് പാർട്ടി. യാക്കോബായ സഭാ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂർലോസിനെതിരായ പരാമർശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിക്കുന്നു പ്രതിപക്ഷം. മുഖ്യമന്ത്രിയുടെ തെറ്റുതിരുത്താൻ തയ്യാറല്ല എന്ന പ്രഖ്യാപനമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. തനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞെന്നും വിവാദത്തിനില്ല എന്നുമാണ് ഗീവർഗീസ് മാർ കൂർലോസിന്റെ നിലപാട്. ഗീവർഗീസ് മാർ കൂറിലോസ് സമൂഹമാധ്യമത്തിൽ ഇടതുപക്ഷത്തെ വിമർശിച്ചതിനു പിന്നാലെയായിരുന്നു മുഖ്യമന്ത്രിയുടെ വിവരദോഷി പരാമർശം. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും തന്റെ പക്ഷം ഇടതുപക്ഷം എന്ന ഹൃദയപക്ഷമാണെന്നും ഗീവർഗീസ് മാർ കൂറിലോസിന്റെ മറുപടി. ആ വിഷയം അവിടെ അവസാനിച്ചു. ഞാൻ പറഞ്ഞതാണ്. വ്യക്തിപരമായ പരാമർശങ്ങളോട് ഞാൻ ഒരിക്കലും ഒരിടത്തും പ്രതികരിച്ചിട്ടില്ല. അതിനി ഉണ്ടാകത്തുമില്ല. ഞാൻ എന്നും ഇടതുപക്ഷത്താണ്, ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. എൻ്റെ ഹൃദയപക്ഷം തന്നെയാണ് എൻ്റെ പക്ഷം. അതിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. പിണറായി വിജയന്റേത് തരം താണ പ്രതികരണമെന്ന് വി ഡി സതീശൻ വിമർശിച്ചു. പിണറായി വിജയന് വിവരമുള്ളതുകൊണ്ട് എല്ലാവരെയും വിവരദോഷിയെന്ന് വിളിക്കാമെന്ന് രമേശ് ചെന്നിത്തലയുടെ പരിഹാസം. അത് മുഖ്യമന്ത്രി അങ്ങനെ ബിഷപ്പുമാരെ ഇടയ്ക്കിടയ്ക്ക് നിർദ്ദിഷ്ട ജീവിയെന്നും ഇപ്പം എന്താ വിളിച്ചേ വിവരദോഷിയെന്നും. അദ്ദേഹം വലിയ വിവരമുള്ള ആളല്ലേ. അപ്പോൾ എല്ലാവരെയും വിവരദോഷിയെന്ന് അദ്ദേഹത്തിന് പറയാമല്ലോ. അപ്പോൾ വിവരദോഷിയാണെന്നും നികൃഷ്ട ജീവിയാണെന്നും ഒക്കെ പറയും. അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ്. മുഖ്യമന്ത്രിയുടെ ചോരയ്ക്ക് വേണ്ടി കൊതിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണമെന്നും വെള്ളാപ്പള്ളി നടേശന്റെ ഉപദേശം. വിമർശനങ്ങളെ ആക്ഷേപിക്കരുതെന്ന് നിലപാടെടുത്ത CPIM തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം പ്രകാശ് ബാബു ഗീവർഗീസ് മാർ കൂറിലോസുമായി വേദി പങ്കിട്ടു. പ്രകൃതിയെയും മനുഷ്യനെയും ഒക്കെ സ്നേഹിക്കുന്ന ഒരാളാണ് തിരുമേനി. അതുകൊണ്ട് ഞാൻ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള ആളാണെങ്കിലും തിരുമേനിയുടെ വിമർശനത്തിനെ സംബന്ധിച്ച ഒരു വാക്ക് പറഞ്ഞതും ചില വാർത്തകൾ ചാനലുകൾ വാർത്തയാക്കി. എന്താണെങ്കിലും ഉറച്ച നിലപാടുകൾ ഉറച്ചു പറയുന്നത് തന്നെയാണ് ഒരു നല്ല വ്യക്തിയുടെ ലക്ഷണം. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ചെന്നും വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നു എന്നുമായിരുന്നു മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 പത്തനംതിട്ട. LDFിലെ രാജ്യസഭാ സീറ്റ് വിഭജനത്തിൽ ഉപേക്ഷ ചർച്ചയിലും ധാരണയായില്ല. രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നു. മറ്റ് പദവികളെക്കുറിച്ച് ചർച്ച നടന്നിട്ടില്ല എന്ന് ജോസ് കെ മാണിയും പ്രതികരിച്ചു. ഒറ്റ സീറ്റിൽ അവകാശവാദം ഉന്നയിച്ചത് 4 പാർട്ടികൾ. CPIയും കേരള കോൺഗ്രസ് എമ്മും RJDയും JDSും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്നിവരാണ് ബിനോയ് വിശ്വം, ജോസ് കെ മാണി എന്നിവരുമായി ചർച്ച നടത്തിയത്. രാജ്യസഭാ സീറ്റ് കിട്ടിയില്ലെങ്കിൽ കേരള കോൺഗ്രസ് എം മുന്നണി വിടാൻ സാധ്യതയുണ്ടെന്നും മുന്നണിയുടെ കെട്ടുറപ്പിന് വേണ്ടി സീറ്റിൽ വിട്ടുവീഴ്ച ചെയ്യണമെന്നും CPIയോട് CPIM ആവശ്യപ്പെട്ടു. എന്നാൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാടാണ് CPI സ്വീകരിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ആശയവിനിമയത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞില്ല. ഈ ഘട്ടം ഇനിയും ഉണ്ടാകും, അടുത്ത ഘട്ടം ഉണ്ടാകും. CPIക്ക് അവകാശപ്പെട്ട ഈ സീറ്റിൽ ഒരു വിട്ടുവീഴ്ചയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കോട്ടയം സീറ്റ് കൂടി തോറ്റതോടെ പാർലമെന്റിൽ പ്രാതിനിധ്യമില്ലെന്നും രാജ്യസഭാ സീറ്റ് നൽകണമെന്നും
കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ഉഭയകക്ഷി ചർച്ചയിൽ ആവശ്യപ്പെട്ടു. പല ധാരണകളുണ്ട്, പല ആവശ്യങ്ങളുണ്ട്, പല അർഹതപ്പെട്ട കാര്യങ്ങളുണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇത് അവതരിപ്പിച്ചു. എന്റെ വിശ്വാസം ഉചിതമായ തീരുമാനം CPM എടുക്കും. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന ഇടതുമുന്നണി യോഗത്തിന് മുന്നോടിയായി തീരുമാനം അറിയിക്കാമെന്നാണ് CPIM 2 പാർട്ടികളെയും അറിയിച്ചിരിക്കുന്നത്. സീറ്റ് ആവശ്യം ശക്തമായി ഉന്നയിക്കുന്ന RJDയെ ഉഭയകക്ഷി ചർച്ചയ്ക്ക് വിളിക്കാതിരുന്നതും ശ്രദ്ധേയമായി. 24 തിരുവനന്തപുരം. സുപ്രീംകോടതി അഭിഭാഷകൻ ഹാരിസ് ബീരാൻ മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാകും. മുതിർന്ന നേതാക്കളുടെയും യൂത്ത് ലീഗിന്റെയും വിയോജിപ്പ് മറികടന്നാണ് തീരുമാനം. സുപ്രീം കോടതിയിൽ മുസ്ലിം ലീഗിന്റെ നിയമ പോരാട്ടങ്ങൾക്കും ഡൽഹിയിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന നേതാവാണ് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ. മുസ്ലിം ലീഗ് ഡൽഹിയിൽ നിർമ്മിക്കുന്ന ആസ്ഥാന മന്ദിരത്തിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും ഹാരിസിന് പങ്കുണ്ട്. എന്നാൽ ഹാരിസ് ബീരാൻ താഴെത്തട്ടിൽ പ്രവർത്തിച്ചിട്ടില്ല എന്നതാണ് ഒരു വിഭാഗം ഉന്നയിക്കുന്ന പ്രശ്നം. ചില മുതിർന്ന നേതാക്കൾക്കും യൂത്ത് ലീഗിനും അമർഷമുണ്ട്. PK ഫിറോസിനെയോ ഫൈസൽ ബാബുവിനെയോ മത്സരിപ്പിക്കണമെന്നാണ് യൂത്ത് ലീഗിന്റെ ആവശ്യം. വിദേശത്തുള്ള സാദിഖ് അലി ശിഹാബ് തങ്ങൾ മടങ്ങിയെത്തിയാൽ ഉടൻ ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. 24 മലപ്പുറം. അങ്കമാലിയിൽ വീടിന് തീപിടിച്ച് 4 അംഗ കുടുംബം മരിച്ചതിൽ ദുരൂഹത. ഷോർട്ട് സർക്യൂട്ട് സാധ്യത പോലീസ് തള്ളി. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു. പുലർച്ചെ 5:30യോടെയാണ് അങ്കമാലി പറക്കുളത്ത് ബിനീഷ് കുര്യൻ, ഭാര്യ അനു, മക്കളായ ജവാന, ജസ്വിൻ എന്നിവർ മുറിക്കുള്ളിൽ പൊള്ളലേറ്റ് മരിച്ചത്. മുറിയിൽ നിന്ന് തീ വരുന്നത് കണ്ട് നാട്ടുകാർ വെള്ളമൊഴിച്ച് തീകെടുത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. പിന്നാലെ അഗ്നിരക്ഷാസേനയെത്തി തീ പൂർണ്ണമായി അണച്ചു. വീടിനോട് ചേർന്നുള്ള ഡ്രയർ യൂണിറ്റിൽ നിന്ന് തീ പടർന്നതാകാമെന്നായിരുന്നു ആദ്യ സംശയം. എന്നാൽ ഷോർട്ട് സർക്യൂട്ട് അടക്കമുള്ള സാധ്യത തള്ളുകയാണ് പോലീസും അഗ്നിരക്ഷാസേനയും. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല ഫയർ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരികയായിരുന്നു. ഞങ്ങൾ പുറത്തുനിന്നും പിന്നീട് അകത്ത് കയറി അകത്തുനിന്നും ഫൈറ്റ് ചെയ്ത് കെടുത്തുകയായിരുന്നു. അപ്പോൾ നല്ല പുകയും ഇതൊക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ കെടുത്തതിന് ശേഷമാണ് ആളുണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്നാലും ഇതായിട്ട് അറിയുന്നത് കെടുത്തതിന് ശേഷമാണ്. കട്ടിലുമ്മ കിടക്കുകയായിരുന്നു. 2 പേരും കുട്ടികൾ നിലത്തുമായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ സിറ്റുവേഷൻ എന്ന് ശരിക്കും അറിയില്ല. നമ്മൾ കെടുത്തതിന് ശേഷമാണ് കാണുന്നത് തന്നെ, ബോഡി കാണുന്നത് തന്നെ. രക്ഷാപ്രവർത്തനത്തിയ നാട്ടുകാരും ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചു. ഒരു അമ്മയുടെ നിലവിളി കേൾക്കുന്നുണ്ട്. അപ്പം എന്താ സംഭവം? തൊട്ടടുത്ത അയൽവക്കുന്ന ജ്യേഷ്ഠനെ വിളിച്ചു. പുള്ളിയും കൂടി വന്നു. പുള്ളി നേരെ പോയി നോക്കുമ്പോൾ ഡോറ് തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ ഡോറ് ഒരു കാരണവശാലും തുറക്കാൻ പറ്റുന്നില്ല. ഇത്രയും തീ പിടിച്ചപ്പോൾ 2 കുട്ടികളും കൂടി ഉണ്ടല്ലോ. ഡോറ് ലോക്ക് ചെയ്തിരുന്നു എന്ന് മാത്രമല്ല പുള്ളിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ആ ഡോറ് തുറക്കാൻ പറ്റിയിട്ടില്ല. സുഗന്ധവ്യഞ്ജന വ്യാപാരിയാണ് ബിനീഷ്. സാമ്പത്തിക പ്രതിസന്ധികൾ ഉള്ളതായി അറിവില്ല. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. പെട്ടെന്ന് സംസ്കാരം നടത്താനാണ് തീരുമാനം. ഷോർട്ട് സർക്യൂട്ടെങ്കിൽ ഒരാൾക്കെങ്കിലും രക്ഷപ്പെടാനാകുമായിരുന്നു എന്ന നിഗമനത്തിലാണ് ഫയർഫോഴ്സ്. തീ പടർന്നത് എങ്ങനെ, എവിടെ നിന്ന് എന്ന് കണ്ടെത്താനുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. അതും ഈ പറയുമട്ടിൽ അങ്ങേയറ്റം ദാരുണമായിരുന്നു. എന്താണ് സംഭവം, എന്താണ് കാരണം എന്നൊക്കെ അന്വേഷണത്തിൽ കൃത്യമായി തെളിയട്ടെ. വയനാട് മൂലങ്കാവ് ഗവൺമെന്റ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ശബരിനാഥിന് മർദ്ദനമേറ്റതിൽ 2 വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. കൂടുതൽ അന്വേഷണത്തിനായി പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ 7-അംഗ സമിതി രൂപീകരിച്ചു. മർദ്ദനമേറ്റ കുട്ടിയിൽ നിന്ന് പോലീസ് മൊഴിയെടുക്കുകയും ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂൾ അധികൃതരുമായി ഫോണിൽ സംസാരിച്ചു. എന്നെ പരിചയപ്പെടാന്ന് പറഞ്ഞിട്ടാണ് ചെക്കന്മാർ കൂട്ടിക്കൊണ്ടുപോയത്. ഞാൻ ചോറിന്ന് കഴിയുക നേരത്താണ് അവർ വന്നത്. കുറേ ചെക്കന്മാർ കൂടിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു ചെക്കൻ വേഗം വന്നിട്ട് കത്രിയും കൊണ്ട് ഇവിടെ കുത്തി കീറി. അപ്പത്തേക്ക് അവൻ പോയി. എന്നിട്ട് വേറെ ചെക്കൻ വന്ന് ചവിട്ടിയിട്ടിട്ട് കുത്താണ് ചെയ്തത്. ശബരിനാഥന് മർദ്ദനമേറ്റ സംഭവത്തിൽ 9-10 ക്ലാസുകളിലെ 2 വിദ്യാർത്ഥികളെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. സംഭവത്തെക്കുറിച്ച് വിശദാന്വേഷണം നടത്താൻ സമിതിയെ നിയോഗിച്ചതായി PTA. ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കൂടുതൽ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ 2 കുട്ടികളാണുള്ളത്. ബാക്കി ശബരിനാഥ് പറഞ്ഞിട്ടുള്ള 6 കുട്ടികളുണ്ട് എന്നുൾപ്പെടെ പറയുന്നുണ്ട്. 6 അതിലധികമോ അതല്ല ഏതൊക്കെ രീതിയിലാണുള്ളത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി കഴിയുള്ളൂ. ഗുരുതര പരിക്കുണ്ടായിട്ടും ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ ഡ്യൂട്ടി ഡോക്ടർ കുട്ടിയെ നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്യാൻ ശ്രമിച്ചതായി കുടുംബം. റാഗിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് ചെയ്ത കുട്ടികൾ ഇനി സ്കൂളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുട്ടി പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ വെറുതെ വിടില്ല, വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല ഭീഷണിയാണ് ഉള്ളത്. എൻ്റെ മോൻ കിടക്കുന്ന കണ്ടത് കഴിഞ്ഞാൽ തന്നെ ഒരാൾക്കും സഹിക്കാൻ പറ്റില്ല. ബത്തേരി പോലീസ് കുട്ടി ചികിത്സയിൽ കഴിയുന്ന കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി വിശദമായി മൊഴി രേഖപ്പെടുത്തി. 24 വയനാട്. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. CPM നേതാവിന്റെ ഭീഷണി പ്രസംഗത്തെ തുടർന്ന് അടച്ചിട്ട പത്തനംതിട്ട കോന്നി, അടവി, കുട്ടവഞ്ചി കേന്ദ്രം തുറന്നു.
വനംവകുപ്പ് ജീവനക്കാരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. അതിനിടെ CPIM തണ്ണിത്തോട് ലോക്കൽ സെക്രട്ടറി പ്രവീൺ പ്രസാദ് മുൻപും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയിരുന്നു എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഈ പ്രസംഗത്തിന് ശേഷമാണ് തങ്ങൾക്ക് ഭയമുണ്ടെന്നും കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിൽ തൽക്കാലം ജോലി ചെയ്യാനാകില്ലെന്നും വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘടന മേലധികാരികളെ അറിയിച്ചത്. ഇതോടെ ഇന്നലെ വൈകിട്ട് അടവി കൊട്ടവഞ്ചി സവാരി കേന്ദ്രം അടച്ചിടാൻ സെക്രട്ടറി തീരുമാനിക്കുകയായിരുന്നു. രാവിലെ ഉദ്യോഗസ്ഥരുടെ സംഘടനയുമായി നടത്തിയ ചർച്ചയിൽ ആവശ്യമെങ്കിൽ പോലീസ് സംരക്ഷണമടക്കം നൽകാമെന്ന് ഉറപ്പു തന്നതോടെ കുട്ടവഞ്ചി സവാരി കേന്ദ്രം തുറക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. അതിനിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൈവെട്ടുമെന്ന് ഭീഷണി പ്രസംഗം നടത്തിയ CPIM തണ്ണിത്തോട് ലോക്കൽ സെക്രട്ടറി പ്രവീൺ പ്രസാദ് മുൻപും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. എന്നാൽ ദൃശ്യങ്ങൾ പൂർണ്ണമായി തള്ളിക്കളയുകയാണ് CPIM തണ്ണിത്തോട് ലോക്കൽ കമ്മിറ്റി. വനഭൂമിയിൽ മാലിന്യങ്ങൾ കൊണ്ടുവന്നിരുന്നത് തടയാത്തതിനെ ചോദ്യം ചെയ്യുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്നും ദൃശ്യങ്ങൾ പഴയതാണെന്നുമാണ് CPIM നേതാക്കളുടെ വിശദീകരണം. 24 പത്തനംതിട്ട. നെടുമ്പാശ്ശേരി അവയവക്കടത്ത് കേസിൽ പിടിയിലായ പ്രതികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ നീക്കം. സാബിത്ത് നാസർ, സജിത് ശ്യാം, ബല്ലം രാംപ്രസാദ് ഗോണ്ട എന്നിവരുടെ രഹസ്യമൊഴിയാണ് രേഖപ്പെടുത്തുക. അവയവക്കടത്ത് കേസിൽ പ്രതികൾ മൊഴിമാറ്റാനുള്ള സാധ്യത കണക്കിലെടുത്താണ് അന്വേഷണ സംഘത്തിന്റെ പുതിയ നീക്കം. അങ്കമാലി മജിസ്ട്രേറ്റ് മുൻപിലാകും 3 പ്രതികളുടെയും മൊഴി രേഖപ്പെടുത്തുക. പിടിയിലായ സാബിത്ത് നാസർ, സജിത്ത് ശ്യാം, ബല്ലം രാമപ്രസാദ് ഗോണ്ട എന്നിവർക്ക് പുറമെ കൊച്ചി സ്വദേശി മധുവിനെ കൂടി അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ഇയാൾക്കെതിരെയുള്ള തെളിവുകൾ പരമാവധി സമാഹരിച്ചിട്ടുണ്ട്. എംബസിയുമായി ബന്ധപ്പെട്ട ശേഷം ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. അവയവക്കടത്ത് സംഘത്തിന്റെ ഇരകളെ തേടി അന്വേഷണ സംഘം ബംഗളൂരു, ചെന്നൈ, ഡൽഹി എന്നിവിടങ്ങളിൽ പരിശോധന തുടരുകയാണ്. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ദേശീയപാതയ്ക്ക് കുന്നിടിച്ച കണ്ണൂർ താഴെ ചൊവ്വ തങ്കേക്കുന്നിൽ മണ്ണിടിഞ്ഞ് വീണ് ഭാഗികമായി തകർന്നു. അടുത്ത് മറ്റൊരു വീടും അപകടാവസ്ഥയിലാണ്. കുടിയൊഴിഞ്ഞതിന്റെ ഭാഗമായി വീട്ടുസാധനങ്ങൾ എടുത്ത് കുടുംബം പുറത്തിറങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് വീട് തകർന്നത്. ദേശീയപാതയ്ക്കായി 20 മീറ്ററോളം ആഴത്തിലാണ് കണ്ണൂർ താഴെ ചൊവ്വയിൽ കുന്നിടിച്ചത്. റോഡിന്റെ പാർശ്വഭിത്തിയോട് ചേർന്ന വീടാണ് നിലം പൊത്തിയത്. വീടിന്റെ ചുവരിനും തറയ്ക്കും വിള്ളൽ വീണതിനെ തുടർന്ന് വീട്ടുകാർ ദിവസങ്ങൾക്ക് മുൻപാണ് താമസം മാറിയത്. അപകടം അരികിലെത്തിയിട്ടും ജില്ലാ ഭരണകൂടവും ദേശീയപാത അതോറിറ്റിയും ഉണർന്നു പ്രവർത്തിച്ചില്ലെന്ന് ആക്ഷേപം. സമീപത്തെ മറ്റൊരു വീടും തകർച്ചാ ഭീഷണിയിലാണ്. ഞങ്ങൾ നാട്ടുകാർ പറയുന്നത് വെച്ചാൽ ഇനി മറ്റൊരു സ്ഥലത്ത് ഇതുപോലെ അവർ 15-20 അടി താഴ്ചയിൽ കുഴിക്കുകയാണെങ്കിൽ ഒരു 3-4 അതായത് ഇവർ സ്ഥലവും കഴിഞ്ഞ് ഒരു 5 മീറ്ററെങ്കിലും ഇവർ ഇല്ല വീടുകളെല്ലാം ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇതുപോലെ നമ്മളെ അവസ്ഥ മറ്റൊരാൾക്ക് വരാൻ പാടില്ല എന്ന് തന്നെ പറയുന്നത്. പാർശ്വഭിത്തി സോയിൽ നെയിലിംഗ് ചെയ്തിരുന്നുവെങ്കിലും വെള്ളം തങ്ങി നിന്നാണ് മണ്ണിടിഞ്ഞത്. അപകട ഭീഷണി നിലനിൽക്കുന്നതിനാൽ സമീപത്തെ മറ്റു താമസക്കാരെയും ഒഴിപ്പിക്കേണ്ട നിലയാണ്. നഷ്ടപരിഹാരം സംബന്ധിച്ച് വ്യക്തമായ ഉറപ്പുകൾ ലഭിക്കാത്തതും പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നു. 24 കണ്ണൂർ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU പീഡന കേസിൽ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയ ഡോക്ടർ KV പ്രീതിക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് കണ്ടെത്തൽ. ഡോക്ടർ അഭിപ്രായം രേഖപ്പെടുത്തേണ്ട സ്ഥലത്ത് ഡോക്ടർ പ്രീതി ഒന്നും എഴുതിയില്ല. തനിക്കൊപ്പം മറ്റൊരു ഡോക്ടർ ഉണ്ടായിരുന്നു എന്ന പ്രീതിയുടെ മൊഴി കളവാണെന്നും കണ്ടെത്തൽ. ഡോക്ടർ KV പ്രീതിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകുമെന്ന് അതിജീവിത പ്രതികരിച്ചു. വിവരങ്ങളുമായി രാഹുൽ സുരേഷ്. രാഹുൽ, അപ്പോൾ ഒരു മടിയുമില്ലാതെ ഈ അതിജീവിതയെ ഉപദ്രവിച്ച ആൾക്കൊപ്പം ആ ഡോക്ടർ നിന്നു. അയാൾ കോശാനപാട് റിപ്പോർട്ട് എഴുതിയെന്ന അതിജീവിത ആരോപണം ശരിവെക്കുകയാണ് കണ്ടെത്തൽ. തീർച്ചയായിട്ടും ഹാഷ്മി, കോഴിക്കോട് ICU പീഡനവുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ഇതിലാണ് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. നാർക്കോട്ടിക് സെൽ ACP ആയിട്ടുള്ള TP ജേക്കബ് ആണ് ഉത്തരമേഖല IG K സേതുരാമന് പുനരന്വേഷണ റിപ്പോർട്ട് കൈമാറിയിട്ടുള്ളത്. ഈ അന്വേഷണ റിപ്പോർട്ടിലെ ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഡോക്ടർ KV പ്രീതിക്ക് മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് വീഴ്ച സംഭവിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തുന്ന ഡോക്ടറുടെ അഭിപ്രായം രേഖപ്പെടുത്തേണ്ട
സ്ഥലത്ത് ഡോക്ടർ കെ വി പ്രീതി ഒന്നും എഴുതിയിട്ടില്ല. മാത്രമല്ല തനിക്കൊപ്പം മറ്റൊരു ഡോക്ടർ ഉണ്ടായിരുന്നു എന്ന പ്രീതിയുടെ മൊഴി കളവാണെന്നും ഈ പുനരന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തിയിരുന്നു. ആ ഘട്ടത്തിൽ ഈ അതിജീവിതയ്ക്കെതിരായിരുന്നു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത്. തുടർന്നാണ് അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരമേഖല IG-യോട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തത്. ഉത്തരമേഖല IG ആയ കെ സേതുരാമനാണ് ഇതുമായി ബന്ധപ്പെട്ട പുനരന്വേഷണം നടത്താൻ നാർക്കോട്ടിക് സെൽ ACP ആയിട്ടുള്ള TP ജേക്കബിനോട് നിർദ്ദേശം നൽകുകയും ചെയ്തത്. എന്നാണെങ്കിൽ ഈ ഘട്ടത്തിൽ അതിജീവിതയുടെ പ്രതികരണം കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് സത്യം ജയിച്ചു എന്നാണ് അതിജീവിത ഈ ഘട്ടത്തിൽ പറയുന്നത്. ഇനി ആവശ്യം ഈ ഡോക്ടർ കെ വി പ്രീതിക്കെതിരായ നടപടിയാണ്. നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും കത്തെഴുതാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ അതിജീവിതക്കെതിരെ ഒരു സംവിധാനം നിന്നു എന്ന് മാത്രമല്ല, ഒരു ഡോക്ടർ, പ്രധാനപ്പെട്ട ഡോക്ടർ അവർക്കെതിരെ നിന്നു എന്ന് പറഞ്ഞാൽ ലൈംഗികാതിക്രമം നടത്തിയ ആൾക്ക് അനുകൂലമായി ഈ രേഖ എഴുതി. അത് മാത്രമല്ല, അതിജീവിതയ്ക്കൊപ്പം നിന്നൊരു നഴ്സിനെ സ്ഥലം മാറ്റലും പിന്നീട് കോടതിയിലേക്ക് പോലൊക്കെ നമ്മൾ കണ്ടതല്ലേ. കഷ്ടമാണ്. അതിജീവിതയുടെ പ്രതികരണം കേൾക്കാം. എന്തുകൊണ്ടാണ് അവർ സത്യം മൂടി വെച്ചതെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഈ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെ ഇത് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്ക് തന്നെ നാണക്കേട് ആയതുകൊണ്ടാവാം അപ്പം ഇത്തരം ഒരു പ്രവൃത്തി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഒരു പുനരന്വേഷണത്തിന് മുതിർന്നു. അതിൽ സത്യസന്ധമായ ഒരു റിപ്പോർട്ടാണ് എനിക്ക് ലഭിച്ചത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ എപ്പോഴായാലും നമുക്ക് സത്യം പുറത്ത് വരുമെന്നുള്ള അതിൻ്റെ തെളിവാണിത്. എനിക്ക് കിട്ടേണ്ട നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എവിടെയും പരാതി കൊടുത്തിട്ടുള്ളത്. അത് ഇനിയും തുടരും. ഈനാട് ഗ്രൂപ്പ് MD-യും റാമോജി ഫിലിം സിറ്റി സ്ഥാപകനുമായ റാമോജി റാവു അന്തരിച്ചു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഹൈദരാബാദിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രമുഖർ അനുശോചിച്ചു. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ബുധനാഴ്ചയാണ് രാമോജി റാവുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യനില വഷളായതിനാൽ ഹൈദരാബാദിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു ചികിത്സ. ഇന്ന് പുലർച്ചെ 5 മണിയോടെ മരിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു കാലമായി അദ്ദേഹം ഹൈദരാബാദിലെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. 2 വർഷം മുമ്പാണ് അർബുദ രോഗത്തെ അതിജീവിച്ച് രാമോജി റാവു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ഫിലിം സിറ്റിയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ മാധ്യമ, സിനിമ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേരാണ് എത്തുന്നത്. ഫിലിം സിറ്റിയിൽ നാളെ രാവിലെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. 24 ബംഗളൂരു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടി നേരിട്ടത് മുസ്ലിം പ്രീണനം കൂടിപ്പോയതുകൊണ്ടാണെന്ന് വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തിൽ പ്രതിഷേധം. കേരള നവോത്ഥാന സമിതി വൈസ് ചെയർമാൻ സ്ഥാനം ഡോക്ടർ ഹുസൈൻ മടവൂർ രാജിവെച്ചു. സമിതിയുടെ ചെയർമാനാണ് വെള്ളാപ്പള്ളി നടേശൻ. മലപ്പുറത്ത് നിന്ന് ആളുകൾ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയാൽ അവിടെ നിന്ന് ഒരു ദിവസം കൊണ്ട് അവർ കാര്യങ്ങൾ നേടി പോകുന്നു. നമ്മുടെ കാര്യം എന്താണ്? അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കുന്നില്ല, മലപ്പുറം എന്ന് പറയുന്നത് ഒരു മുസ്ലിങ്ങളുടെ സാമ്രാജ്യമൊന്നുമല്ല. അവിടെ എല്ലാ മതക്കാരും ഉണ്ട്, ഈഴവ സമുദായത്തിൽപ്പെട്ടവരുണ്ട്. ഈ നവോത്ഥാന സമിതി ഇപ്പോഴുള്ള സർക്കാരിൻ്റെ ഒരു പിന്തുണയോട് കൂടിയാണ് ഉണ്ടാക്കിയത്. ആ നവോത്ഥാനത്തിന് നേതൃത്വം നൽകേണ്ട അദ്ദേഹം കൂടെയുള്ള ഒരു സമുദായത്തെ പറ്റി ഇങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. മിഥില ബാലൻ വിവരങ്ങൾ വച്ചിരുന്നു. മിഥില, അത് കുറച്ച് സങ്കീർണമാവുന്നുണ്ടോ? എന്താണ് ഹുസൈൻ മടവൂരിന്റെ പ്രതിഷേധത്തിന്റെ കാരണം? വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. ഇതിൽ പ്രതിഷേധിച്ചാണ് കേരള നവോത്ഥാന സമിതിയുടെ വൈസ് ചെയർമാൻ സ്ഥാനം ഇപ്പോൾ ഡോക്ടർ ഹുസൈൻ മടവൂർ രാജിവെച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്നത്, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഇത്തരമൊരു സമിതി, നവോത്ഥാന സംരക്ഷണത്തിനായി ഇത്തരമൊരു സമിതി എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് രൂപീകരിച്ചത്. ആ സമിതിയിലുള്ള ഒരു വിഭാഗം തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങളെല്ലാം ഉന്നയിക്കുന്നത് ശരിയല്ല. ഇത് അദ്ദേഹത്തിന്റെ ഒരു പരാമർശം വാസ്തവ വിരുദ്ധമാണ്. ഈ ഒരു പരാമർശം വെള്ളാപ്പള്ളി നടേശൻ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ ഒരു സമിതിയുടെ വൈസ് ചെയർമാൻ സ്ഥാനം ഡോക്ടർ ഹുസൈൻ മടവൂർ രാജിവെച്ചിട്ടുള്ളത്. ഈ സമിതിയുടെ ചെയർമാൻ വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളി നടേശന് തന്നെയാണ് അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട രാജിക്കത്ത് കൈമാറുക. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്നത്, ഇത്തരത്തിൽ മുസ്ലിം പ്രീണനം നടന്നു എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ശരിയാണെങ്കിൽ ഇടതുപക്ഷം ജയിക്കുമായിരുന്നല്ലോ. പക്ഷേ ഇവിടെ ഇടതുപക്ഷം ജയിച്ചിട്ടില്ല, അതാണ് വസ്തുത. ഇപ്പോഴും മുസ്ലിം സമുദായം വിവിധ തരത്തിൽ വിവിധ വിഷയങ്ങൾ, വിദ്യാഭ്യാസം, ആരാധനാലയങ്ങളുടെ സംരക്ഷണം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ ഇപ്പോഴും ഇടത് സർക്കാരിൽ നിന്നും മുസ്ലിം സമുദായം അവഗണന നേരിടുന്നുണ്ട്. അതെല്ലാം മുന്നിലുണ്ട്. എന്നിട്ട് പോലും ഇത്തരം വിഷയങ്ങളെല്ലാം ഉള്ളപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ മുസ്ലിം പ്രീണനം ഇടതുപക്ഷ സർക്കാർ നടത്തുന്നു എന്ന് പറയുന്നത് വാസ്തവ വിരുദ്ധമാണ്. ആ പ്രസ്താവന പിൻവലിക്കണം വെള്ളാപ്പള്ളി നടേശൻ എന്ന ഒരു ആവശ്യമാണ് ഡോക്ടർ ഹുസൈൻ മടവൂർ അല്പസമയം മുമ്പ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മിഥില ബാലനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന്റെ തോൽവിയുടെയും വിജയത്തിന്റെയും ഒക്കെ വിലയിരുത്തലുകളുടെ ഭാഗമായി വരുന്ന ചർച്ചകൾ കൂടിയാണ്. നോക്കാം ഏതളവിൽ അത് വികസിക്കുന്നു എന്നുള്ള കാര്യം. പിന്നെ ഇവിടെ പ്രേക്ഷകരെ അടുത്ത 5 ദിവസം
കേരളത്തിലെ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓറഞ്ച് അലർട്ട് കോഴിക്കോട്, പത്തനംതിട്ട, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉണ്ട്. അങ്ങനെ കുറേ അധികം ജില്ലകളിൽ മഴ ഉണ്ട്. മഴ ഇങ്ങനെ ഏറെയും കുറഞ്ഞ മഴ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട് എന്ന് തന്നെ പറയുകയാണ് കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് സ്വർണ്ണവില ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. പവൻ ഇന്ന് മാത്രം കുറഞ്ഞത് 1520 രൂപയാണ്. ഗ്രാമിന് 190 രൂപ കുറഞ്ഞ് 6570 രൂപയും പവന് 52,560 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യാന്തര വിപണിയിൽ ഇന്നലെ 6 മണിക്കൂർ കൊണ്ട് ഔൺസിന് കുറഞ്ഞത് $80. കഴിഞ്ഞ മാസം ചൈനീസ് കേന്ദ്ര ബാങ്ക് കരുതൽ ശേഖരത്തിലേക്ക് സ്വർണം വാങ്ങാതിരുന്നതാണ് കേരളത്തിലടക്കം സ്വർണ്ണവില കുറയാൻ കാരണമായത്. ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചേക്കില്ല എന്ന സൂചനയും വില കുറയാൻ ഇടയാക്കി. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം നഗരൂരിൽ കനത്ത മഴയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു. കോയിക്കമൂല സ്വദേശി ദീപുവിന്റെ വീടാണ് തകർന്നത്. ദീപുവും വയസ്സായ മാതാവും വീടിനുള്ളിൽ ഉറങ്ങുന്ന സമയത്താണ് അപകടമുണ്ടായത്. ഇരുവർക്കും പരിക്കുണ്ട്. ഇവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. പ്രദേശത്ത് 3 ദിവസമായി കനത്ത മഴ തുടരുകയാണ്. യാത്രക്കാരനെ അത്ഭുതകരമായി രക്ഷിച്ച സ്വകാര്യ ബസ് കണ്ടക്ടർ ബിലു വീണ്ടും രക്ഷകന്റെ റോളിൽ. യാത്രക്കാരിയുടെ നഷ്ടപ്പെട്ട പേഴ്സ് കണ്ടെത്തി നൽകിയാണ് ബിലു മാതൃകയായത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ബിലുവിനെ അഭിനന്ദിച്ചു. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ മിന്നൽ മുരളിയെന്നും ദൈവത്തിന്റെ കരങ്ങളെന്നും ജനം ആർത്തുവിളിച്ച ബിലു വീണ്ടും രക്ഷകന്റെ റോളിലെത്തി. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ബസ്സിൽ നിന്ന് ഒരു പേഴ്സ് ബിലുവിന് ലഭിക്കുന്നത്. ആവശ്യക്കാർ തേടി വരുമെന്ന് കരുതി പേഴ്സ് സുരക്ഷിതമായി വെച്ചു. പേഴ്സ് അതൊക്കെ കളഞ്ഞു കിട്ടിയത് അത് തിരികെ ഏൽപ്പിക്കാൻ പറ്റി. അവർ നമ്മളെ കോൺടാക്ട് ചെയ്ത് അത് തിരികെ ഏൽപ്പിച്ചു. അതിന് ഒരു 11,000 രൂപയും ഒരു ATM കാർഡ്, ഒരു മൊബൈൽ ഫോണ്, ഒരു കമ്മലിന്റെ ഒരു ആണി, ഇതെല്ലാം ഉണ്ടായിരുന്നു. സന്തോഷമുണ്ട്, അതിയായ സന്തോഷം. വൈകിട്ടോടെ പേഴ്സിന്റെ അവകാശിയെത്തി. തിരിച്ചു കിട്ടില്ലെന്ന് കരുതിയ പേഴ്സ് ലഭിച്ചതോടെ യാത്രക്കാരിയും സന്തോഷത്തിൽ. പിന്നാലെ നാടിന് മാതൃകയായ കണ്ടക്ടർക്ക് അഭിനന്ദനവുമായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുമെത്തി. സ്വകാര്യ ബസ് ജീവനക്കാർക്ക് മാതൃകയാവുകയാണ് കൊല്ലക്കാരുടെ സ്വന്തം കണ്ടക്ടർ ബിലുവും സുനിൽ ബസും. 24 കൊല്ലം. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ. രാഹുൽ ഗാന്ധി വയനാട് അടുത്തയാഴ്ച എത്തുമെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. പിന്നാലെ റായ്ബറേലിയും സന്ദർശിക്കും. ഏതു മണ്ഡലം നിലനിർത്തണമെന്നതിൽ തീരുമാനം രണ്ടിടത്തെയും സന്ദർശനത്തിന് ശേഷം എന്ന് പറയുന്നുണ്ട്. എങ്കിൽ കൂടിയും ഈ പറയുന്ന പോലെ സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോലും വാരണാസി 5 ലക്ഷത്തിൽ നിന്ന് 1.5 ലക്ഷമായി ഭൂരിപക്ഷം കുറയ്ക്കുമ്പോൾ റായ്ബറേലി രാഹുൽ ഗാന്ധി കൊടുത്ത് 4 ലക്ഷത്തിനടുത്ത് വലിയ ഭൂരിപക്ഷമാണ്. അപ്പോൾ അത്ര വലിയ ഭൂരിപക്ഷത്തിൽ ഉത്തരേന്ത്യയുടെ ഹൃദയഭൂമിയിൽ നിന്ന് ജയിച്ച ആ സീറ്റ് കളയണോ എന്നൊക്കെ ഉള്ളത് കോൺഗ്രസ് പാർട്ടിയും രാഹുൽ ഗാന്ധിയും ഒക്കെ തീരുമാനിക്കേണ്ട കാര്യമാണ്. 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻലാലിനെ കള്ളക്കേസിൽ കുടുക്കിയതിൽ ചാലക്കുടി ഡിവൈഎസ്പിക്കെതിരെ അന്വേഷണം. ഡിവൈഎസ്പി ആർ അശോകനോട് IG വിശദീകരണം തേടി. നേരിട്ടത് കടുത്ത മനുഷ്യാവകാശ ലംഘനം ആണെന്ന് റൂബിൻലാൽ പറഞ്ഞു. 24 ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിലാണ് ദുരനുഭവങ്ങൾ റൂബിൻ തുറന്നു പറയുന്നത്. എണീറ്റ് എന്നെ ഗേറ്റിനടുത്ത് വന്ന് വിളിച്ച് കൊണ്ടുവന്നിട്ട് ജീപ്പിനടുത്ത് എത്തിയപ്പോൾ ഇവർ എടുത്ത് ജീപ്പിലേക്ക് എറിയായിരുന്നു, ജീപ്പിൻ്റെ പിന്നിലേക്ക്. അതിനുശേഷം എനിക്ക് ഒരക്ഷരം മിണ്ടാനായിട്ട് ഇവർ എൻ്റെ വായ തുറക്കാൻ സമ്മതിച്ചിട്ടില്ല. എൻ്റെ കഴുത്തിന് കയറി പിടിക്കുകയായിരുന്നു CI ആൻഡ്രിക് ഗ്രോമിക്ക് ചെയ്തത്. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ മനുഷ്യത്വരഹിതമായ നടപടികൾക്ക് റൂബിൻലാൽ ഇരയായിട്ടും CI ആൻഡ്രിക് ഗ്രോമിക്കിനെ സംരക്ഷിക്കുന്ന റിപ്പോർട്ടാണ് ചാലക്കുടി ഡിവൈഎസ്പി ആർ അശോകൻ നൽകിയത്. കേസിലെ മുഖ്യ തെളിവായ മൊബൈൽ ഫോൺ CI നശിപ്പിച്ചത് മറച്ചുവെച്ചു. ഫോൺ റൂബിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഡിവൈഎസ്പിയുടെ റിപ്പോർട്ട്. ഇതോടെയാണ് ഡിവൈഎസ്പിയോട് IG വിശദീകരണം തേടിയത്. രാത്രി മുഴുവൻ തന്നെ വിവസ്ത്രനാക്കി നിർത്തിയെന്നും പീഡിപ്പിച്ചെന്നും റൂബിൻലാൽ. നിയമപോരാട്ടത്തിൽ റൂബിൻലാലിന് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ഉറപ്പു നൽകി. റൂബിൻലാൽ, താങ്കളുടെ പോരാട്ടം അവസാനിപ്പിക്കരുത്. താങ്കൾ സത്യത്തിന്റെ വഴി സഞ്ചരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനും പൊതുപ്രവർത്തകനുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 24 തീർച്ചയായിട്ടും താങ്കൾക്കൊപ്പം ഉണ്ടാകും. റൂബിൻലാലിനെതിരായ കള്ളക്കേസിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ ജാക്സൺ ഫ്രാൻസിസ് അടക്കമുള്ളവർക്കെതിരെ നടപടി വേണമെന്ന് റൂബിന്റെ കുടുംബം ആവശ്യപ്പെട്ടു. 24 തൃശൂർ. ഇറാൻ ബന്ധമുള്ള അവയവ കച്ചവട സംഘത്തിന് വൃക്ക നൽകിയ പാലക്കാട് സ്വദേശി ഷമീർ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ. നെടുമ്പാശ്ശേരി പോലീസ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ ചേർന്ന്. വിഷ്ണുവും ഷമീറിന്റെ ആരോഗ്യാവസ്ഥയിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് നേരത്തെ കേട്ടിരുന്നല്ലോ. ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? ഹാഷ്മി, ഷമീറിന്റെ ആരോഗ്യനിലയിൽ അല്പം ആശങ്കയുണ്ട്. കാരണം 2 മാസം മുമ്പാണ് ഇയാൾ വൃക്ക നൽകിയത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇയാളെ ഡയാലിസിസ് ഉൾപ്പെടെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഷമീറിനെ
നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം കോയമ്പത്തൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് പുലർച്ചെയാണ് കസ്റ്റഡിയിലെടുത്തത്. നിലവിൽ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. പോലീസിന്റെ പ്രധാനപ്പെട്ട സംശയം ഒരു വൃക്ക നൽകിയെന്നതിനപ്പുറത്ത് ഇയാൾ ഈ അവയവക്കടത്ത് സംഘത്തിന്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഷമീർ അക്കൗണ്ടിംഗ് ആണെന്നുള്ള കാര്യം പോലീസ് വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധന ഇയാൾക്ക് ഈ അവയവക്കടത്ത് സംഘത്തിന് അറിയാം എന്നൊരു ഓക്കെ, ഷമീറിനെ പോലീസ് ചോദ്യം ചെയ്ത ഇപ്പോൾ വരുന്ന വാർത്ത രാഹുൽ ഗാന്ധി വയനാട് ഒഴിയും എന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. അത് നേരത്തെ ഏതാണ്ട് ആലോചിച്ചതുമാണ്. കാര്യം റായ്ബറേലി പോലെ ഉത്തരേന്ത്യൻ ഹൃദയഭൂമിയിൽ അവിടുത്തെ UP-യിൽ തന്നെ ദീർഘകാലത്തിൽ കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ അടിത്തറ നഷ്ടമായ എന്ന് കരുതിയിരുന്ന ഒരു സ്ഥലത്ത് 4 ലക്ഷത്തോളം ഭൂരിപക്ഷത്തിൽ വിജയിച്ച റായ്ബറേലി നിലനിർത്താനാണ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനം. നിതിൻ അബുജൻ, നിതിൻ, എന്താണ് കോൺഗ്രസിന്റെ അക്കാര്യത്തിൽ തീരുമാനം? എന്താണ്, എന്തുകൊണ്ട് റായ്ബറേലി നിർത്താം എന്നാണ് കോൺഗ്രസിന്റെ ആലോചന? ഹാഷ്മി, എന്തായാലും റായ്ബറേലി നിലനിർത്താനാണ് ഇപ്പോൾ ധാരണയെത്തിയിരിക്കുന്നത്. തീരുമാനം വൈകാതെ കേരള നേതൃത്വത്തെ അറിയിക്കും. പ്രഖ്യാപനം പിന്നീട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. രാഹുൽ ഗാന്ധി വൈകാതെ വയനാട് സന്ദർശനം നടത്തും. അതിനുശേഷം മാത്രമേ ഒരു പ്രഖ്യാപനത്തിലേക്ക് പോവുകയുള്ളൂ. പ്രധാനപ്പെട്ട കാര്യം, സഖ്യത്തിന് വലിയ വിജയം നൽകിയ UP-യിൽ കേന്ദ്രീകരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. UP-യിൽ വലിയ മുന്നേറ്റം പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹിന്ദി ഹൃദയഭൂമിയിൽ ഈ ഒരു സീറ്റ് ഒഴിവാക്കി പിന്നീട് വയനാട് കേന്ദ്രീകരിച്ചാൽ അത് ഭാവിയിലടക്കം വലിയ തിരിച്ചടി ഉണ്ടാകും. അതേസമയം തന്നെ വയനാട് ഒരു സുരക്ഷിത മണ്ഡലമായി തന്നെയാണ് കോൺഗ്രസ് കരുതുന്നത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ തന്നെ നിലനിർത്താനാണ് ഇപ്പോൾ തീരുമാനം. UP കോൺഗ്രസ് നേതൃത്വത്തിലെ ശക്തമായ സമ്മർദ്ദം ഇതിന് പിന്നിലുണ്ട്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ UP-യിലെ കോൺഗ്രസ് നേതൃത്വം ഈ ആവശ്യമായി മുന്നോട്ട് വന്നിരുന്നു. അതേസമയം തന്നെ വയനാട് നിലനിർത്തണം എന്നൊരു ആവശ്യം KPCC മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ പ്രവർത്തക സമിതിയിലടക്കം ഈ ഒരു ആവശ്യം ഉയർന്നിട്ടുണ്ട്. പക്ഷേ റായ്ബറേലിയിൽ തന്നെ നിലനിർത്താനാണ് ധാരണ. നമുക്കറിയാം, 6 ലോക്സഭാ സീറ്റാണ് നേടിയത്. സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവും അതോടൊപ്പം തന്നെ ആ മണ്ഡലവുമായുള്ള വൈകാരികമായുള്ള ഒരു ബന്ധം, സോണിയാഗാന്ധി മത്സരിച്ച് വിജയിച്ച മണ്ഡലം, പിന്നീട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു, അവിടെ വിജയിച്ചു, മൃഗീയ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ രാഹുൽ ഒഴിയുകയാണെങ്കിൽ പ്രിയങ്ക എത്തുമോ, അതോ കേരളത്തിലെ നേതാക്കൾ തന്നെ മത്സരിക്കാനാണോ പ്ലാൻ? അതിന് ആലോചനയുണ്ടോ? ഹാഷ്മി, സ്വാഭാവികമായിട്ടും അത്തരമുള്ള ചർച്ചകളിലേക്ക് എന്തായാലും കോൺഗ്രസ് നേതൃത്വം വൈകാതെ കടക്കും. നിലവിലിപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ വേണമെന്നൊരു ആവശ്യം തന്നെ കേരള കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചെങ്കിലും റായ്ബറേലിയിൽ നിലനിർത്താനാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. ഇനിയിപ്പോൾ ആര് വയനാട് എത്തുമെന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം നെഹ്റു കുടുംബത്തിന്റെ ഒരു വൈകാരികമായ ഒരു മണ്ഡലം തന്നെയാണ് വയനാടും. പ്രത്യേകിച്ചും രാഷ്ട്രീയ തിരിച്ചടികൾ ഉണ്ടായ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിക്ക് താങ്ങായ ഒരു മണ്ഡലം എന്ന നിലയിൽ വയനാട് പ്രിയങ്ക ഗാന്ധിയിലൂടെ നിലനിർത്താനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധി വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചാൽ ഭാവിയിലടക്കം വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ മണ്ഡലം വിട്ടുകൊടുത്തു എന്നുള്ളൊരു പരാതിയും സ്വാഭാവികമായിട്ടും അതുവഴി ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് പൊതുവുണ്ടാവുന്ന വിലയിരുത്തൽ. അല്ലെങ്കിൽ ഒരുപക്ഷെ AICC അതിലൊരു തീരുമാനമെടുക്കും. കേരളത്തിലെ നേതാക്കൾ മത്സരിച്ച് എന്തായാലും അതൊക്കെ പിന്നീട് ആലോചനയ്ക്ക് വരേണ്ടതാണ്. രാഹുൽ ഗാന്ധി ഒഴിയുമ്പോൾ ആരാണ് അവിടേക്ക് വരിക? കേരളത്തിലെ നേതാക്കളാണോ അതോ പ്രിയങ്ക ഗാന്ധി തന്നെ എത്തുമോ? എന്തായാലും റായ്ബറേലിയും വയനാടും വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി ജയിച്ചു. അതിൽ തന്നെ ഭൂരിപക്ഷം കൂടുതൽ റായ്ബറേലിയിലാണ്. റായ്ബറേലിയിൽ ഒരു കോൺഗ്രസിൻ്റെ ഏതാണ്ട് അടിത്തറ പോലും ഇല്ലാതായി പോയി എന്നൊക്കെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ വലിയ മാൻഡേറ്റ് കൊടുത്ത ഉത്തരേന്ത്യൻ മണ്ഡലം നിലനിർത്തുക, അതാണ് ഭാവി രാഷ്ട്രീയത്തിന് നല്ലത് എന്ന് രാഹുൽ ഗാന്ധി. ഒരു രാഷ്ട്രീയ ലോജിക്കിൻ്റെ ഭാഷയിൽ ആലോചിച്ചാൽ അത് ശരിയായ ഒരു ലോജിക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും അത് കോൺഗ്രസിൻ്റെ തീരുമാനം. രാഹുൽ റായ്ബറേലി നിലനിർത്തുന്നു, വയനാട് തൽക്കാലം വിടുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ഉച്ചവാർത്ത യാത്ര തൽക്കാലം പൂർണ്ണമാകുകയാണ്.